നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ആഗസ്റ്റ് മാസത്തെ പൂരാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. മൂലം പൂരാട ഉത്തരത്തുകളും ധനുക്കൂറാണ്. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ചന്ദ്രലഗ്നാധിപതിയും സുഖസ്ഥാനാധിപതിയും ആയിരിക്കുന്ന വ്യാഴം അഷ്ടമത്തിലാണ്. കാര്യം ഉച്ച ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും അത് അഷ്ടമത്തിൽ പോയിട്ട് നിൽക്കുന്നത് കാരണം കൊണ്ട് കുറച്ച് വ്യാഴപ്പിഴവുള്ള സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഭാഗ്യക്കുറവും അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഭാഗ്യാധിപതിയായിരിക്കുന്ന സൂര്യനും അഷ്ടമത്തിലേക്ക് പോയി, നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ബുധനും അഷ്ടമത്തിലാണ്. മാത്രമല്ല നിവർത്തി സ്ഥാനത്ത് ദുരിതഭവനാധിപതിയായിരിക്കുന്ന ചൊവ്വയാണ്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളിലും ഒരു അനിഷ്ടഭാവ സ്ഥിതിയുണ്ട്. എന്നാൽ പോലും ഭാഗ്യാധിപതി ലഗ്നാധിപതിയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാ ഗുണങ്ങളും സുഖങ്ങളും അനുഭവിക്കാനുള്ള യോഗമുണ്ട്. എന്നാൽ അതൊന്നും അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഈ മാസത്തിലുള്ളത്. അതായത് ഒരു കണ്ണാടിക്ക് അപ്പുറത്തിരിക്കുന്ന, ഒരു ചില്ലിനപ്പുറത്തിരിക്കുന്ന സാധനങ്ങളെ പോലെയാണ്. കൈ കൊണ്ടെടുക്കാൻ പറ്റില്ല, സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റില്ല, എന്നാൽ ഇതെല്ലാം ഉണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ലഗ്നാധിപതി 4-ാം ഭാവത്തിൽ ശനിയാണ്. അപ്പോൾ കണ്ടകശനിയുടെ ഒരു ദോഷമുണ്ട്. 3-ാം ഭാവത്തിൽ സഹായസ്ഥാനത്ത് അമൃതവൃക്ഷ ഖണ്ഡകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത്. അപ്പം ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്ന യോഗമാണ്. സഹായിക്കേണ്ടവരെ പെരുമാറ്റപ്രിയമായിട്ട് തോന്നുക, അല്ലെ സഹായിക്കേണ്ടവരെ സഹായിക്കാതിരിക്കുക. പിന്നെ വിത്തക്ഷയം, പ്രവാസം, രോഗാഞ്ജനേന്തി, മനോഭീതിയും വന്ന വിത്തക്ഷയം, ധനനഷ്ടം ഉണ്ടാകുക, വീട് വിട്ട് നിൽക്കാൻ ഇടവരിക, വീട്ടിൽ നിൽക്കുമ്പോൾ അലസതയും നിരാശയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കുക. ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകണം. കണ്ടകശനി ദോഷം കൂടിയുള്ള സമയമാണ്. വ്യാഴപ്പിഴവാണ്, ഭാഗ്യാധിപതി നഷ്ടസ്ഥാനത്താണ്, വിശ്രുത ഗുണ എന്ന് പറയുന്ന യോഗമുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരുദോഷം കേൾക്കാൻ വരെ യോഗമുള്ള സമയമാണ്. കാരണം വിശ്രുത ഗുണം എന്ന് പറഞ്ഞാൽ കീർത്തി കേൾക്കുക. പക്ഷേ ഇപ്പോൾ വ്യാഴവും ലഗ്നാധിപതിൻ്റെ അനിഷ്ടസ്ഥാനത്ത് പോയി നിൽക്കുകയും ശത്രുസ്ഥാനം ബാധകാധിപതിയോടെ നിൽക്കുകയും അതിനോടൊപ്പം തന്നെ ഭാഗ്യാധിപതി അഷ്ടമത്തിൽ നഷ്ടസ്ഥാനത്തേക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോൾ കീർത്തി കേൾക്കേണ്ടത് ദുഷ്കീർത്തിയാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം, നല്ല പരിഹാരങ്ങൾ ചെയ്യണം. 10-ാം ഭാവത്തിൽ ശുക്രന് നീചാവസ്ഥയാണ്. അപ്പോൾ ശത്രു സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രൻ കർമ്മസ്ഥാനത്താണ്. അപ്പോൾ കർമ്മ തടസ്സം പോലെയുള്ള കാര്യങ്ങളും കൂടി യോഗമുണ്ട്. അപ്പോൾ തൊഴിൽ മേഖലയിൽ ദുഷ്കീർത്തി കേൾക്കാൻ സാധ്യതയുള്ള സമയമാണ്. ചെയ്യുന്ന തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയമാണ്. വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. പക്ഷെ നല്ല പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഉച്ചബലവാനായിട്ടാണ് ലഗ്നാധിപതി നിൽക്കുന്നതെന്ന് പറയുന്നൊരു ഗുണമുണ്ട്. നിപുണായോഗം ചെയ്ത് ഭാഗ്യാധിപതിയുടെ യോഗമുണ്ട് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പരിഹാരങ്ങൾ ചെയ്യാൻ പ്രാർത്ഥനയൊന്നും ഇല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകും. പക്ഷെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഇത് ഗുണമായി എടുക്കാനായിട്ടും ഗുണപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാട്, ശിവക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യണം. കണ്ടകശനിയുടെ ദോഷത്തിന് പരിഹാരം വരുത്തും. നല്ല രീതിയിലുള്ള പ്രാർത്ഥന, ക്ഷേത്ര ദർശനം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. നല്ല ഉപാസനയൊക്കെ ഉണ്ടെങ്കിൽ, നല്ല പ്രാർത്ഥനയുണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനും ഒരു രീതിയിൽ ഈ മാസം അങ്ങോട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അടുത്ത മാസം വരുമ്പോഴത്തേക്കും ഗ്രഹങ്ങളൊക്കെ ഇഷ്ടസ്ഥാനത്ത് വരുമ്പോൾ തടസ്സങ്ങളൊക്കെ മാറി അനുകൂലാവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. എന്തായാലും നല്ല പ്രാർത്ഥന ഉണ്ടാകണം. അതേപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിനും സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.